ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ റമളാൻ കരീം, ഇന്ന് നോമ്പ് 1. അപ്പോൾ വൈകുന്നേരം നോമ്പ് തുറക്കാനായിട്ട് വീട്ടിൽ ചിക്കൻ സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ചിക്കൻ സമൂസ ഉണ്ടാക്കാനായിട്ട് പോവേനെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാന് വെച്ച് എണ്ണ ചൂടാക്കിയ ശേഷം ഒരു 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ 2 സവാള നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, ഇതൊന്ന് വാടി കിട്ടിയാൽ മതി നമുക്ക്. അങ്ങനെ കുറച്ച് നേരം വഴറ്റുമ്പോഴത്തേക്കും ഈ കളറിൽ നമുക്ക് സവാള കിട്ടും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്ക് ചിക്കൻ സമൂസ ആയതുകൊണ്ട് നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് നോക്കിയിട്ട് അതിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി. അതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ ഇടുന്നത്. പച്ചമുളക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. കൊച്ചു മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഞാനൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് വഴന്നു വന്ന ശേഷം ഇതിലേക്ക് ആവശ്യമായ പൊടികൾ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അധികം എരിവൊന്നും ഇവിടെ ആർക്കും വേണ്ടാത്തത് കൊണ്ട് കുറച്ച് പൊടികൾ മാത്രമേ ചേർക്കുള്ളൂ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ പൊടികളാണ് ഇതിൽ ചേർക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ചിക്കൻ മസാലയും ഇത്രയും ചേർത്ത് ഇതിൻ്റെ എല്ലാം ഒരു പച്ച നിറം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റണം. അപ്പോൾ ഈ സവാളയിൽ ഈ മസാലകളെല്ലാം പിടിക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 100 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൊണ്ട് വേവിച്ച് മിക്സിയിലൊന്ന് ഗ്രേറ്റ് ചെയ്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ പിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പിച്ചാത്തി കൊണ്ടൊന്ന് അറുത്തിട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാനിവിടെ എപ്പോഴും ചെയ്യുമ്പോഴും മിക്സിയിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്താണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് സമൂസ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് കടിക്കുമ്പോഴത്തേക്കും നമുക്ക് കടിച്ച് കഴിക്കാൻ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷീറ്റ് കടയിൽ നിന്നാണ് വാങ്ങുന്നത്. നോമ്പ് തുറക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് ഇത് ഷീറ്റൊന്നും വീട്ടിൽ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഷീറ്റ് കടയിൽ നിന്നാണ് വാങ്ങുന്നത്. അത് വാങ്ങി ഇതേപോലെ മടക്കി കുറച്ച് മൈദാമാവ് സൈഡിലോട്ടൊന്ന് തടയി ഇതൊന്ന് മടക്കി വയ്ക്കും. അപ്പോൾ ഇത് പൊരിച്ച് കിട്ടാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. ഇത് നമുക്ക് പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാം ചെയ്ത് വെച്ച ശേഷം ഒരുമിച്ച് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇങ്ങനെ എല്ലാം പരത്തി എടുക്കുകയാണേ. അങ്ങനെ ഞാൻ ചെയ്ത് വെച്ചതെല്ലാം തീർന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതടുത്തത് പൊരിച്ചെടുക്കാം. അങ്ങനെ ഞാൻ പൊരിക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ചൂടാകാൻ വേണ്ടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായ ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് പൊരിക്കാം. അപ്പോൾ ഈ നോമ്പ് സമയത്ത് ഒരുപാട് എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കരുതെന്നാണ് പറയുന്നത്. എന്നാലും മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്ന് ചെയ്ത് കൊടുക്കാൻ തോന്നിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടുന്നത് നമുക്ക് ഒരുപാട് എണ്ണയോ ഒന്നും അതിനാവശ്യമില്ല. കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കൊരു പാത്രം വെച്ച് ഒരു 3-4 എണ്ണം, ഒരുപാടൊന്നും പൊരിക്കുന്നില്ല, 10-12 മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അതുകൊണ്ട് 2-3 പ്രാവശ്യമായിട്ട് പൊരിച്ചെടുക്കാമെന്നും പറഞ്ഞ് ഞാനിങ്ങനെ പൊരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേറെ ജോലികളുണ്ട്, അതും സൈഡിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും ഒരു സൈഡിൽ കൂടെ ചെയ്യും, വേറെ ജോലിയും ചെയ്യും. അങ്ങനെ എല്ലാം കൂടെ ആയതുകൊണ്ടാണ് എല്ലാം കൂടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ പ്രാവശ്യമായിട്ട് സമൂസ പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ സമൂസ ഇങ്ങനെ നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒരു സ്റ്റെപ്പ് ഇട്ട് പൊരിച്ചു, അടുത്തതും കൂടെ ഇട്ട് പൊരിക്കാമെന്നും പറഞ്ഞ് അതെല്ലാം കോരി പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അവസാനത്തെ 3 എണ്ണമാണ് കേട്ടോ ഈ ചട്ടി കിടക്കുന്നത്. അതും കൂടെ പൊരിച്ച ശേഷം നമ്മുടെ സമൂസ എല്ലാം പൊരിച്ച് തീരും. പിന്നെ അതിന് ശേഷം നോമ്പ് തുറക്കാനായിട്ടുള്ള മറ്റു സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒറട്ടി ഉണ്ടാക്കി, ചിക്കൻ കറി ഉണ്ടാക്കി, പിന്നെ കട്ട് ഫ്രൂട്ട്സ്, പിന്നെ നമ്മുടെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന കഞ്ഞി, പിന്നെ ഞങ്ങളുടെ ഇവിടെ റവക്കഞ്ഞി എന്ന് പറയും, അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ ഇത്രയും വിഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോ